എന്താണ് ആ മവദ്ദയും റഹ്മയും? ആ മവദ്ദയും റഹ്മയും എന്ന് വെച്ചാൽ, മവദ്ദ എന്ന് വെച്ചാൽ പാഷനേറ്റ് ലവാണ്, റഹ്മ എന്ന് വെച്ചാൽ കമ്പാഷനേറ്റ് ലവാണ്. മവദ്ദ എന്ന് വെച്ചാൽ പാഷനേറ്റ് ലവാണ്. മവദ്ദ നമ്മൾ രണ്ട് ഇണകൾ ചേർന്നതിൻ്റെ ആദ്യ കാലങ്ങളിൽ നന്നായി ഉണ്ടാവുന്ന സാധനമാണ് മവദ്ദ. അവിടെ ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും, ശാരീരികമായ ആകർഷണം കൂടുതലായിരിക്കും, രണ്ടുപേർക്കും ഇടയിലുള്ള പിന്നെ ശാരീരിക ബന്ധങ്ങൾ കൂടുതലായിട്ട് നടക്കുന്ന സമയമാണ്. അത് ഒരു സമയം വരെ നിലനിൽക്കുകയും പിന്നെ അതിങ്ങനെ പതുക്കെ താന്ന് പിന്നെ റഹ്മ എന്നുള്ള ബന്ധം തുടങ്ങും. അതൊരു കമ്പാഷനേറ്റ് ലവാണ്. രണ്ട് ആത്മാക്കൾ തമ്മിൽ ചേർന്ന് ഒന്നായി തീരുന്ന ഒന്നതാണ് ആ റഹ്മ എന്നുള്ളത്. ആ റഹ്മയിലേക്ക് നമ്മൾ അതിനെ എത്തിക്കണം. പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മവദ്ദയിൽ തുടങ്ങുന്ന ഇണകളുടെ ബന്ധം, ആ മവദ്ദയിൽ തുടങ്ങുമ്പോൾ ഈ മവദ്ദക്കൊരു അവസാനമുണ്ട്. മവദ്ദ എന്ന് പറഞ്ഞൊരു ഹണിമൂൺ സ്റ്റേജാണ്, ഹണിമൂൺ സ്റ്റേജ്. ആ സമയത്ത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും നമ്മളിലെ ഹോർമോണുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നമ്മളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കും. നമുക്ക് ഭയങ്കര ആസ്വാദനം തോന്നും ആ സമയത്ത്. അത് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിനോദ ഉപാധികൾ ഉപയോഗിക്കുന്ന രൂപത്തിൽ അത്രമേൽ വലിയൊരു ആസ്വാദനമായിരിക്കും. ആ ആസ്വാദനം അത് തീരുന്നൊരു സമയമുണ്ട്. എല്ലാ ഹണിമൂണിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അത് തീരുന്ന സമയത്ത് പിന്നെ നമ്മൾ കിടക്കേണ്ടത് റഹ്മ എന്നുള്ള സ്റ്റേജിലേക്കാണ്. അങ്ങനെ കിടക്കണമെങ്കിൽ നമ്മൾ ബോധപൂർവം ചില ശ്രമങ്ങൾ ഉണ്ടാവണം നമ്മളെ ഇണകൾക്കിടയിലുള്ള ബന്ധങ്ങളിൽ. കാരണം മവദ്ദയിൽ നമുക്കിടയിലെ എല്ലാ ശൃംഗാരങ്ങളും നടക്കങ്ങളും നമ്മൾക്കിടയിലുള്ള ബന്ധങ്ങളും എല്ലാം അത് താനെ നമ്മൾ ബോധത്തോടെ അല്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അവിടെ പ്രത്യേകിച്ച് നമ്മളായിട്ട് ശ്രമം എടുത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ റഹ്മയിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു ബോധപൂർവ്വം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് തന്നെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ സമയത്ത് പിന്നെ തോന്നും, ആദ്യമൊന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ, മുമ്പൊക്കെ ഇയാൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പോൾ തീരെ നോക്കണില്ല എന്നൊക്കെ പറഞ്ഞെന്തുകൊണ്ടാ വെച്ചാൽ, പിന്നെ ആ ഹണിമൂൺ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ ബോധപൂർവം എന്തൊക്കെയാണോ ഹണിമൂൺ സ്റ്റേജിൽ നമ്മൾ ചെയ്തത് അതെല്ലാം നമ്മൾ ബോധപൂർവം ചെയ്യണം. വിവാഹ ബന്ധത്തിൽ രണ്ടു പേരുടെയും ആവശ്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കപ്പെടണം. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്നുള്ളത് ഇമോഷണൽ നീഡാണ്. ആ വൈകാരികമായൊരു ദാഹം പെണ്ണിന് എപ്പോഴും ഉണ്ടാവും. ആണിൻ്റെ ഏറ്റവും വലിയ നീഡ് ഫിസിക്കൽ നീഡാണ്, ശാരീരികമായ ദാഹമാണ്. ഇത് ഏറ്റവും വലുതാണ്, രണ്ടാൾക്കും വേറൊന്നും ഇല്ല എന്നുള്ളതല്ല, ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞത്. ഒരു പുരുഷൻ നന്നാവണമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ഭാര്യൻ്റെ അടുത്ത് നിന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകൻ്റെ സ്വഭാവം അത്രമേൽ നല്ല സ്വഭാവമായിരുന്നു എന്നുള്ളത്, പിന്നെ സൽസ്വഭാവമായിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. എന്നതുപോലെ ആണുങ്ങളെക്കുറിച്ച് അവരുടെ ഭാര്യമാർ പറയണം ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്നായിരുന്നു. ആ സ്വഭാവം നന്നാകണമെങ്കിൽ അവളുടെ ഇമോഷണൽ നീഡ്സ് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ അവളുടെ ഹൃദയത്തിന് പറയാനുള്ളതെല്ലാം കേട്ടിരിക്കുന്ന ഒരാളായി നമ്മൾ മാറണം. അവളുടെ കൂടെ സമയം ചെലവഴിക്കണം. അത് കേൾക്കാൻ തയ്യാറായി നിന്നുകൊണ്ട് എല്ലാം കേൾക്കാനും സമയം ചെലവഴിക്കാനും നമ്മൾ നിൽക്കണം. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മളിങ്ങനെ കേട്ടിരിക്കും. ആ കേൾക്കാൻ നല്ല രസമായിരിക്കും. ആ സമയത്ത് പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നൂല. ആ സമയത്ത് ദേഷ്യപ്പെടലുണ്ടാവില്ല, വഴക്ക് പറയലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് കഴിഞ്ഞാലും തുടരണം. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ സാധാരണ PDA, പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷനൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. പുറത്തിറങ്ങുമ്പോൾ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും, തോളിൽ പിടിച്ചിട്ടുണ്ടാവും, ഒരുമിച്ച് നടക്കുള്ളൂ. ഇതാണ് പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ. ഇത് ആദ്യ നാളുകളിൽ കൂടും. പക്ഷേ ഹണിമൂൺ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. പിന്നെ ഒരാൾ മുമ്പിൽ ഒരാൾ ബാക്കിലും ആയിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ബോധപൂർവം ചെയ്യണം. എന്നാലേ റഹ്മ എന്നുള്ള സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയുള്ളൂ. ഒരിക്കൽ നമ്മൾ റഹ്മ എന്നുള്ള സ്റ്റേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം എന്നെന്നും നിലനിൽക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മരണത്തിന് ശേഷവും അത്രമേൽ വാചാലമാകുന്നത് അത് ആ റഹ്മ എന്നുള്ള സ്റ്റേജിലെത്തുന്ന നമ്മൾ കാണുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ജീവിതത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പ്രവാചകരുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണത്തളികയിൽ നിന്നൊരു മാംസകഷ്ണം എടുത്ത് കടിച്ച് അതിലേക്ക് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മാംസകഷ്ണം എടുത്ത് ഞാൻ പല്ല് വെച്ച് കടിച്ച അതേ ഭാഗത്ത് കടിച്ചുകൊണ്ട് അവിടെ വെക്കും. അത് മവദ്ദയാണ്, അതാ പ്രേമാണ്. ആ പ്രേമം പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. ആ പെണ്ണിൻ്റെ ഇമോഷണൽ നീഡ്സ് അവിടെ പൂർത്തീകരിക്കപ്പെടണം. ആണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നീഡ് ഫിസിക്കൽ നീഡാണ്.
അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ, അത് കാരണമില്ലാതെ നിഷേധിച്ചാൽ നേരം വെളുക്കുവോളം അവളെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞത് പുരുഷൻ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഫിസിക്കൽ നീഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട കുടുംബ ബന്ധത്തിന് ഇണകൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിനകത്ത് ഒരു പുരുഷൻ അറിയാം എൻ്റെ ലൈംഗികമായ ആവശ്യം എത്രമേൽ ശക്തമാണ് എന്നുള്ളത് എനിക്കറിയാം. അതേപോലെ അത്രമേൽ ശക്തമാണ് എൻ്റെ ഭാര്യയായ സ്ത്രീയുടെ വൈകാരികമായ ദാഹം, അത്രമേൽ ശക്തമാണ്. എൻ്റെ ലൈംഗികമായ ദാഹം പൂർത്തീകരിക്കപ്പെടാതിരുന്നാൽ ഞാൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുണ്ട്, എൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്, ആ ടെംപ്റ്റേഷൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. അതേപോലെയാണ് ഒരു സ്ത്രീ അവളുടെ വൈകാരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത സമയത്ത് അനുഭവിക്കുന്നത്. ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ടത് എനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എൻ്റെ വൈകാരികമായ അവസ്ഥകൾ, ദാഹങ്ങൾ, അതേപോലെ ശക്തമാണ്, പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഭർത്താവായ ഇണയുടെ ശാരീരികമായ ആവശ്യങ്ങൾ. അത് ഒരിക്കലുണ്ടായാൽ അത് പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഭയങ്കരമായ അസ്വസ്ഥതയാണ്. ഈ നീഡ് പരസ്പരം പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ വേണം കുടുംബജീവിതം മുന്നോട്ട് പോകാൻ. അപ്പോഴേ ഇങ്ങനെ ഓരോ അംഗങ്ങളുടെയും, കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും വൈകാരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു പോകുമ്പോഴാണ് ആ കുടുംബം ഒരു ശക്തമായ കുടുംബമായി നിലകൊള്ളുന്നത് നമ്മൾ മനസ്സിലാക്കുക. കുടുംബത്തിനകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ കുടുംബത്തിനകത്ത് ചില സ്ട്രക്ചറുകൾ നിർണ്ണയിച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചറുകൾ പിന്തുടരാൻ നമ്മൾ തയ്യാറാവണം. ആ റോളുകളാണ്, ആ റോള് പിന്നെ പുരുഷനും സ്ത്രീക്കും കൃത്യമായ റോളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണ്ണയിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനോട് പറഞ്ഞു, പുരുഷൻ അവൻ്റെ കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണ്. സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീടിൻ്റെയും കുട്ടികളുടെയും ഭരണാധികാരിയാണ്. ഇതൊരു പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിൽ നിന്ന് ആര് മാറിയോ അത് ആ കുടുംബത്തിൻ്റെ താളം തെറ്റിക്കും. കാരണം വേറൊരു പണിക്കും ആരും പോകണ്ട എന്നുള്ളതല്ല. ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു പുരുഷൻ പറയാണ്, ഉദാഹരണത്തിന് ഞാൻ ഇനി മുതൽ നാട്ടിലെ പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കുടുംബത്തിലെ അംഗമായ ഒരു പുരുഷൻ ഭർത്താവ് അദ്ദേഹം മുഴുവൻ സമയം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടന്നാൽ ജീവിച്ചു പോകാനുള്ള ചിലവിലൊന്നും കിട്ടൂല. അത് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറലാണ്. അത് പുരുഷൻ്റെ ഉത്തരവാദിത്തം ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ള സാമ്പത്തികമായ ഉത്തരവാദിത്തമാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉത്തരവാദിത്തം അത് ഭർത്താവിൻ്റെ വീടിൻ്റെയും കുട്ടികളുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു പെണ്ണ് തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി മുതൽ ജോലിക്ക് പോവാണ്, മറ്റേതൊക്കെ കുറച്ച് ഡിലേ ആക്കാമെന്ന് പറഞ്ഞാൽ അവിടെയാണ് പ്രശ്നം. ഈ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് ബാക്കി എന്തിലേക്ക് പോയാലും കുഴപ്പമില്ല. അവർ ജോലിക്ക് പോയിക്കോട്ടെ, കച്ചവടത്തിന് പോയിക്കോട്ടെ, രാഷ്ട്രീയത്തിന് പോയിക്കോട്ടെ, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പോയിക്കോട്ടെ, ഈ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് മറ്റെന്ത് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോയാലും അത് പ്രശ്നമില്ല. പക്ഷേ രണ്ടു പേരും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറുമ്പോൾ, അല്ലെങ്കിൽ രണ്ടിലൊരാൾ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുമ്പോൾ അത് ആ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കുന്നതാണ്, ആ കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളുടെ ജീവിതം കണ്ടിട്ടാണ് മനസ്സിലാക്കുക. വിവാഹത്തിനെതിരെ നിരന്തരമായി ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഡൈവേഴ്സായ സ്ത്രീകളുടെ അവർക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ടൊരു ക്യാമ്പ്, കേരളത്തിലെ കോഴിക്കോട് വെച്ചിട്ട് നടന്ന ക്യാമ്പിൻ്റെ റീലുകൾ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കപ്പെട്ട സമയം. വിവാഹത്തിനെതിരെ അത്രമേൽ ശക്തമായ ക്യാമ്പയിനുകൾ നടക്കുന്ന കാലം. ആ കാലത്ത് വളർന്നു വരുന്ന നമ്മളുടെ മക്കളുടെ മുമ്പിൽ ഒരു മാതൃകാ ദമ്പതികളായി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. നമ്മളെ കണ്ടിട്ട് വേണം നമ്മളെ മക്കൾ പറയണം എനിക്കും ഒരു വിവാഹം കഴിക്കണമെന്ന്. അതല്ലാതെ നമ്മളുടെ ജീവിതത്തിൻ്റെ രീതി കണ്ടിട്ട് ഞാനൊന്നും ഇനി വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുന്ന മക്കളായിട്ട് നമ്മളെ മക്കൾ വളരരുത്. അങ്ങനത്തെ ആളുകളാണ് ഇന്ന് കൂടുതൽ കാണുന്നത്. അവരുടെ മുമ്പിൽ ഒരു മാതൃകാ ദമ്പതികളായി മാറാൻ നമ്മൾക്ക് കഴിയണം. ആ മക്കളെ അതിലൂടെയാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത്. ഇങ്ങനെ എത്രത്തോളം ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള എത്രത്തോളം കുടുംബ യൂണിറ്റുകൾ ഉണ്ടാവുന്നോ ആ സമൂഹം അത്രമേൽ ധാർമ്മികമായി ശക്തമായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മക്കൾ
പിന്നെ ഓരോ കുടുംബങ്ങളിൽ നിന്നും ഓരോരുത്തർ ചേർന്ന് പുതിയ പുതിയ കുടുംബ യൂണിറ്റുകൾ ഉണ്ടാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ അത്രമേൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, മക്കളുണ്ടാകാൻ അത്രമേൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുടുംബ ബന്ധങ്ങൾ എത്രയോ ഉണ്ടാകാൻ പറ്റുമോ അത്രയും ഒരു സമൂഹത്തിൽ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങനെ എത്രത്തോളം നല്ല കുടുംബ ബന്ധങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്നു ആ സമൂഹം ധാർമ്മികമായി ശക്തമായിരിക്കും. ഈ ലിബറൽ ആളുകളുടെ അടുത്തുനിന്ന്, ലിബറൽ ഫെമിനിസ്റ്റുകളുടെ അടുത്തുനിന്ന് എല്ലാം വരുന്ന ഈ അജണ്ടകളെ പ്രതിരോധിക്കാൻ ഈ കുടുംബ സംവിധാനങ്ങൾക്ക് കഴിയും. നമ്മളെ മക്കളെ മുമ്പിൽ അങ്ങനെ ഒരു മാതൃക കാഴ്ചവെക്കാൻ നമ്മൾക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ പിന്നെ മരണപ്പെടുന്ന സമയത്ത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, അർഹാമക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ആ കുടുംബ ബന്ധങ്ങൾ അത്രമേൽ പ്രധാനമാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളെ മുഴുവൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്ന സൂറത്ത് ബഖറയിലുണ്ട് ആ രംഗം. മക്കളെ മുഴുവൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മാ തഴബദൂന മിമ്പഴതി, ഞാൻ മരിച്ച ഞങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഒരു നബിയാണ്. ഒരു നബി അത്രമേൽ കാലം ജീവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു മകൻ നബിയായി വന്നിട്ട് ആ മക്കളെ മുഴുവൻ അടുത്ത് വിളിച്ചിട്ട് ഒരു പ്രവാചകൻ ചോദിക്കുന്ന ചോദ്യമാണ്. ആ മക്കൾ നമുക്ക് വലിയൊരു കൺസേൺ ആവണം. എങ്ങനെ? ആ മക്കളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു, മക്കളിൽ നിങ്ങൾക്ക് സീനത്ത്, അലങ്കാരമാണ്. ആ അലങ്കാരമാകുന്ന മക്കളുണ്ട്, ഫിത്തനയാണ്, പരീക്ഷണമാകുന്ന മക്കളുണ്ട്. അതുവൻ മക്കളിൽ ശത്രുക്കളുണ്ടാവാം മക്കളിൽ. പക്ഷേ മക്കൾ എന്തായാലും ആ മകൾ കാരണം ഞാൻ നരകത്തിൽ പോകാൻ ഇടവരരുത്. ഇതായിരിക്കണം നമ്മളുടെ മുഖ്യ അജണ്ട. ആ മകനോ മകളോ കാരണം എനിക്ക് സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാകുമെങ്കിൽ അതാണ് നമ്മൾ സാധ്യമാക്കേണ്ടത്. ആ മക്കൾ അവർ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ പാതയിലാണോ എന്നുള്ളത് നമ്മുടെ വലിയ കൺസേൺ ആവണം. അത് മരിക്കുന്ന സമയത്ത് പോലും യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അത് വലിയ കൺസേൺ ആയിരുന്നു. ഞാൻ മരിച്ച ഞങ്ങൾ ആരെ ആരാധിക്കുക? ആ ഒരു ഉറപ്പ് കിട്ടിയിട്ട് പോവുകയാണ് മരിക്കുമ്പോൾ, ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നുള്ളത്. നമ്മുടെ മക്കൾ ഞാൻ ഉറപ്പ് നമുക്കുണ്ടോ എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു, ഇന്നി ജായിലുക്കൽ ഇന്നാസി ഇമാമെന്ന്, ഇന്ന് ഞാൻ ജനങ്ങൾക്ക് ഇമാമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് പറഞ്ഞിട്ട് വമിൻ ദുര്രിയത്തി, എൻ്റെ സന്താനങ്ങളെയും. ദുര്രി എന്നുള്ള പദത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് ഒന്നിൽ നിന്ന് ഇരട്ടിയായി വ്യാപിക്കുന്നതിനെയാണ് ദുര്യ എന്ന് പറയുക. വമിൻ ദുര്രിയത്തി, എൻ്റെ സന്താന പരമ്പരകളിൽ എന്തുണ്ടാവണം? നീ എനിക്ക് അനുഗ്രഹമായി തന്ന ഇമാമത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ മാർഗത്തിൽ നമുക്ക് എന്തെങ്കിലും അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സന്താനങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ ഖുർആൻ ക്ലാസ്സിന് പോകുന്നത് എൻ്റെ മക്കളും ഖുർആൻ ക്ലാസ്സിന് പോകുന്ന ആളുകളാവണം. ഞാൻ ഖുർആൻ പഠിച്ചിട്ട് എൻ്റെ മക്കളും ഖുർആൻ പഠിക്കുന്നവരാകണം. ദീനിൻ്റെ മാർഗത്തിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അത് നമ്മളുടെ മക്കൾക്കും കൂടി, മക്കളല്ല സന്താന പരമ്പരകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ തലമുറകൾ ഈ അനുഗ്രഹം നിലനിൽക്കണം എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. ആ രൂപത്തിൽ മക്കളെക്കുറിച്ച് പിന്നെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, നമ്മളെ കൺകുളിർമ നൽകുന്ന മക്കളായിക്കൊണ്ട് നിലനിൽക്കാൻ, അങ്ങനെ നമ്മളുടെ കുടുംബത്തിൻ്റെ വേര്, അതിൻ്റെ പരമ്പര, ആ പൈതൃകം അതെന്നും ഈ തൗഹീദിൽ, ഈ മൂല്യബോധത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ അടിയുറച്ച് നിൽക്കുന്നൊരു കുടുംബമായി എന്നെന്നും നിലനിന്ന് പോകാനുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും നമ്മൾക്ക് വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അനുഗ്രഹിക്കട്ടെ. വിവാഹം പരസ്യപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിവാഹം എന്ത് ചെയ്യുന്നത്, ആളുകളൊക്കെ വിളിച്ച് ആഘോഷിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നതൊക്കെ. എന്തുകൊണ്ടാണ്? അതൊരു സുന്നത്താണ്. ഡൈവേഴ്സ് പരസ്യപ്പെടുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് ഏറ്റവും വെറുപ്പുള്ള കാര്യം കൂടിയാണ്. അത് നമ്മൾ ആഘോഷിക്കുക എന്നുള്ളത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. അപ്പോൾ വിവാഹം നമ്മൾ പരസ്യപ്പെടുത്തണം. വേറെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. എന്താ വെച്ചാൽ, ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മളെ കുടുംബത്തിൽ ഒരു സംഗതി നടന്നാൽ, അതൊരു വിശേഷപ്പെട്ട സംഗതിയോ അതല്ലെങ്കിൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നതോ എന്തെങ്കിലും ആനന്ദം ഉണ്ടാക്കുന്ന സംഗതിയാണെങ്കിലോ നമുക്ക് സ്വയം അതിലൊരു തൃപ്തി വരുന്നില്ല. എപ്പോഴേ തൃപ്തി വരുന്നുള്ളൂ അറിയോ? നാട്ടുകാരിതിനെ വാലിഡേറ്റ് ചെയ്യണം. എൻ്റെ അയൽവാസികൾ, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടുകാരൊക്കെ ഇതിനെ വാലിഡേറ്റ്, അതിനെന്ത് ചെയ്യണം? അതിന് ഞാൻ ഇത് റെക്കോർഡിക്കലാക്കി ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഒരു സോഷ്യൽ മീഡിയയിലിട്ട് അതിൽ 4 ആൾ ലൈക്കും കമൻറ്റും ചെയ്യുമ്പോൾ എനിക്കൊരു തൃപ്തിയാണ്. അതായത് സ്വയം ഈ സംഗതി എൻ്റെ ജീവിതത്തിൽ നടന്നതുകൊണ്ട് എനിക്ക് തൃപ്തിയില്ല എന്നും, അത് നാട്ടിൽ കുറച്ച് ആളുകൾ അതിനെ വാലിഡേറ്റ് ചെയ്യുമ്പോൾ മാത്രം വരുന്നൊരു തൃപ്തിയാണ് ഈ തൃപ്തി.
അത് കുറച്ച് അപകടമാണ്. എന്തിനാ അതിൻ്റെ ആവശ്യം? എനിക്ക് എൻ്റെ ജീവിതം സ്വന്തം ബാക്കി ആരുടെയും അപ്രൂവൽ ഇല്ലാതെ എനിക്ക് ആസ്വദിക്കാൻ കഴിയണില്ലെങ്കിൽ എനിക്ക് എൻ്റെ റബ്ബിൻ്റെ അപ്രൂവൽ മാത്രം പോരെ? അങ്ങനെ ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ആ ജീവിതം പിന്നെന്താ? അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ആളുകൾ അപ്രൂവൽ തന്നില്ലെങ്കിൽ നിരാശയുണ്ടാവും, ഭയങ്കര നിരാശ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ വ്യക്തി ജീവിതം, നമ്മളെ കുടുംബജീവിതത്തിലെ സംഗതികളൊക്കെ അതിന് നമ്മളെ റബ്ബിൻ്റെ അപ്രൂവൽ മതി, റബ്ബിൻ്റെ വാലിഡേഷൻ മതി. അതല്ലാത്ത സംഗതികൾ നാട്ടുകാരുടെ വാലിഡേഷൻ ആഗ്രഹിക്കാതിരിക്കുകയാണ് നല്ലത്. അത് ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ സാധനങ്ങൾ, കുട്ടികളത് പിന്നെ ഓരോ സാധനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിട്ട് ആളുകളുടെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമായിട്ട് നമ്മൾ മാറരുത്. പാശ്ചാത്യ നാടുകളിലെ ഫെമിനിസ്റ്റുകളുടെ തുടക്കം എന്നാണ്. അത് തുടക്കം എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അവിടുന്നാണ് പിന്നെ അതിൻ്റെ ഒന്നാം ഘട്ടം തുടങ്ങണം. അത് രസം എന്താ വെച്ചാൽ ആ ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വത്തിൽ അവകാശം വേണം. കാരണം അന്നതില്ല, സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം വേണം, അന്നതില്ല. അപ്പോൾ പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 14-ാം നൂറ്റാണ്ട് മുമ്പ് പെണ്ണിനെ അനുവദിച്ച് കൊടുത്ത അല്ലെങ്കിൽ പെണ്ണിന് അവകാശമുണ്ട് എന്ന് ഇസ്ലാം പറഞ്ഞ കുറേ സംഗതികളുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു പാശ്ചാത്യ സമൂഹത്തിൽ പെണ്ണുങ്ങൾ അവർ ഇറങ്ങി തിരിച്ചിട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് അവകാശമായിട്ട് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ഫെമിനിസത്തിൻ്റെ ഒന്നാം ഘട്ടം. വിവാഹത്തിൽ അവർക്ക് ആർക്കും വലിയ വിശ്വാസമല്ല. കാരണം വിവാഹം, കുടുംബജീവിതം പെണ്ണിനെ വിവാഹം എന്നുള്ള സിസ്റ്റത്തിനാണ് പ്രശ്നം. അവർ പറയുന്നത് വിവാഹം എന്നുള്ള സിസ്റ്റം അത് പിന്നെ പെണ്ണിനെ പ്രസവിക്കാൻ മാത്രമുള്ളൊരു യന്ത്രമാക്കി വെക്കാൻ വേണ്ടിയിട്ട് പുരുഷാധിപത്യ സമൂഹം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സിസ്റ്റമാണ് ഒന്ന്. രണ്ടാമത്തത് പുരുഷൻ്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ഒരു കുടുംബം എന്നുള്ളൊരു സംവിധാനം ആവശ്യമാണ്. അതിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നൊരു സാധനമാണ്. അതിന് പെണ്ണിനെ ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഇവരുടെ വാദം. അത് അവർ ലിബറൽ ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്യും? അവർ പുരുഷൻ ഒഴിവാക്കൂല, പക്ഷേ ഈ സിസ്റ്റം ശരിയല്ല. അതുകൊണ്ട് പുരുഷൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം സ്ത്രീക്കും അനുഭവിക്കണം. അത് അനുഭവിക്കുന്ന എന്തൊക്കെയാണ്? അവർ പുരുഷൻ ചെയ്യുന്നതെല്ലാം എന്തോ വലിയ സംഗതിയായിട്ട് അവതരിപ്പിക്കുകയാണ്. പുരുഷൻ ഡെയിലി പുറത്തു പോകുന്നു, അപ്പോൾ പെണ്ണിനും ഡെയിലി പുറത്തു പോകണം. പുരുഷൻ രാത്രി പുറത്തിറങ്ങി നടക്കണു, അപ്പോൾ പെണ്ണിനും രാത്രി പുറത്തിറങ്ങി നടക്കണം. പുരുഷൻ ഈ രൂപത്തിലൊക്കെ വസ്ത്രം ധരിക്കുന്നു, അതുകൊണ്ട് പെണ്ണിനും ഈ രൂപത്തിലൊക്കെ വസ്ത്രം ധരിക്കണം. എന്നിട്ട് അവളോട് പറയാണ്, നീ പറയണം എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമാണ്, മൈ ബോഡി മൈ ചോയ്സ്. അവൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന രൂപത്തിലേക്ക് അവളെ പറഞ്ഞു മാറ്റി. എന്നിട്ട് അവളോട് പറയുകയാണ്, നിൻ്റെ ശരീരം അതിന് ചില വില ഉണ്ട്. ആ വില എപ്പോഴാണ് കിട്ടുന്നത്? നീ ശരീരത്തിൻ്റെ എമൗണ്ട് ഓഫ് സ്കിൻ, ആ തൊലി എത്രത്തോളം പുറത്ത് കാണിക്കുന്നോ അത്രയും നിനക്ക് വില കൂടും. ഇതാണ് അവളോട് പറയുന്നത്. അപ്പോൾ അവൾ എന്ത് ചെയ്യണം? എൻ്റെ വില കൂടാൻ വേണ്ടി വസ്ത്രത്തിൻ്റെ അളവ് അത്രയും കുറക്കും. എന്നാൽ അത് ആസ്വദിക്കുന്ന പുരുഷനാണ്. എന്നിട്ട് അവളോട് പറയും, നീ പറയണം മൈ ബോഡി മൈ ചോയ്സ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ അവരോട് തിരിച്ച് പറയണം മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് കിടക്കും. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ മുദ്രാവാക്യം ഏതാന്ന് ചോദിച്ചാൽ അത് മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്. ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധ മുദ്രാവാക്യ. അത് ഇവിടെ അതിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അതിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ആണ് പെണ്ണ് എന്നുള്ള വേർതിരിവ് വേണ്ട. അത് ആണിന് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കാം, അപ്പോൾ പെണ്ണിന് ഇങ്ങനെ ആവണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ചില സോഷ്യൽ സെറ്റിങ്ങിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റിസപ്ഷനിസ്റ്റ്, അതേപോലെ തന്നെ എയർ ഹോസ്റ്റസ്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സുകൾ, ഇവിടെയൊക്കെ ഒരു ഐഡിയൽ പെണ്ണ്, ഒരു ഐഡിയലായിട്ടുള്ളൊരു പെണ്ണ് എങ്ങനെയാകണം എന്നുള്ളത് അത് നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ പെണ്ണിൻ്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം? അത് ഇറക്കം കുറഞ്ഞ് ആണിനെ ആകർഷിക്കുന്ന രൂപത്തിലായിരിക്കണം. ഒരു ആണിൻ്റെ ഡ്രസ്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അത് നിശ്ചയിച്ചിട്ടുണ്ട്. എന്നിട്ട് പെണ്ണിനോട് പറയാണ്, ഇതെന്താണ്? ഇത് നിൻ്റെ ഇഷ്ടമാണ്, ഇതിലൂടെയാണ് നിൻ്റെ സ്വാതന്ത്ര്യം എന്ന് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. അതിൻ്റെ കെടുതികളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർവേ ഒരുപാടുണ്ട്. സർവേയിലൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സർവേകളിലൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ സർവേയാണ് ജനറൽ സോഷ്യൽ സർവേ, GSS എന്ന് തോന്നുന്നു. അത് ഓരോ 2 കൊല്ലത്തിലും നടക്കണം. 1970-കളിൽ തുടങ്ങി ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നൊരു സർവേയാണ്, ആധികാരികമായൊരു സർവേയാണ്. പിന്നെ അത് പ്രകാരം വിവാഹ ജീവിതത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. കുടുംബ സംവിധാനത്തിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത്. മറ്റൊരു സന്തോഷം ഇല്ല എന്നുള്ളതാണ്. ഇക്കണോമിക് ഫ്രീഡം എന്നുള്ളത് പെണ്ണിനോട് പറയുന്നത് അതുകൊണ്ടാണ്. ആണ്
ആണ് സാമ്പത്തികമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, നിനക്കെന്തുകൊണ്ടില്ല? അപ്പോൾ കേൾക്കുമ്പോൾ ഏത് പെണ്ണിനും തോന്നും, എനിക്ക് ഒന്നുമില്ലല്ലോ, അപ്പോൾ ഞാനും ജോലി ചെയ്യണ്ടേ എന്നുള്ളത്. എന്നിട്ടിപ്പോൾ നമുക്ക് ഫുൾ ടൈം പെണ്ണുങ്ങളായ ഫുൾ ടൈം ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഫുൾ ടൈം എൻജിനീയേഴ്സ് ഉണ്ട്, ഫുൾ ടൈം അഡ്വക്കേറ്റ് ഉണ്ട്. വീട്ടിൽ ഭാര്യ പാർട്ട് ടൈമാണ്, ഉമ്മ പാർട്ട് ടൈമാണ്, വീട്ടിലൊക്കെ പാർട്ട് ടൈം ജോലിയാണ്. അവിടെ ഞാൻ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, നമ്മൾ വിവാഹ ജീവിതത്തെ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വിവാഹ ജീവിതത്തിൻ്റെ അകത്ത് വന്നിട്ട് പിന്നെ ഇൻഡിപെൻഡൻ്റ് ആകാൻ നോക്കരുത്. എന്നാൽ പിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഒരുമിക്കുമ്പോൾ അവിടെ ഇൻ്റർ ഡിപ്പെൻഡൻസ് ആണ്, അപ്പോൾ പാരസ്പര്യമാണ്. അവിടെ രണ്ടുപേർക്കും വ്യത്യസ്ത റോളുകളുണ്ട്, രണ്ടാളും ഒരേ കാര്യം തന്നെ ചെയ്യണമെന്നില്ല. ഇസ്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പെണ്ണ് അധ്വാനിക്കുന്നത് കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അത് അവളുടെ മാത്രമാണ്, അതിന് കുടുംബത്തിൻ്റെ ചിലവിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുക്കുന്ന കുടുംബങ്ങൾ തകരുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്, അതുമുണ്ട്. 2 ഇൻകം ട്രാപ്പ് എന്നുള്ള പുസ്തകമുണ്ട്. എലിസബത്ത് വാരനും പിന്നെ അവരുടെ മകളും, എലിസബത്ത് വാരൻ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റായ ലേഡി ഉണ്ട്. അവരുടെ അടുത്തേക്ക് പിന്നെ അവർ എക്കണോമിസ്റ്റാണ്, യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. അവരുടെ അടുത്തേക്ക് കുറേ പിന്നെ ഈ മിഡിൽ ക്ലാസ് മധ്യവർഗ്ഗ കുടുംബങ്ങൾ സാമ്പത്തികമായി തകർന്ന് ഒരുപാട് അഡ്വൈസിന് വരും. സാമ്പത്തികമായി തകർന്നാൽ തകർന്ന് ബാങ്കിൻ്റെ ജപ്തിയിൽ വരെ എത്തിയ കുടുംബങ്ങൾ. അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഈ തകർന്ന കുടുംബങ്ങളെല്ലാം 2 പേരും ജോലി ചെയ്യുന്നവരാണ്. തകർന്ന കുടുംബങ്ങൾ 2 പേരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചിട്ട് എഴുതിയ പുസ്തകമാണ് 2 ഇൻകം ട്രാപ്പ്, അതായത് 2 വരുമാനങ്ങളിലൂടെ ഉണ്ടാവുന്ന ചതിക്കുഴി. എന്നിട്ട് അവർ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ചാൽ, 2 പേര് ജോലിക്ക് പോകുമ്പോൾ പിന്നെ കുടുംബത്തിൻ്റെ മൊത്തം വരുമാനം കൂടും. ആ കൂടുന്നതിനനുസരിച്ച് അവർ ചിലവാക്കും. അപ്പോൾ അവർ ചിലപ്പോൾ സിറ്റിയിലേക്ക് മാറും, വലിയ ഫ്ലാറ്റ് എടുക്കും, കുട്ടികളെ വലിയ സ്കൂളിൽ ചേർക്കും, ഇങ്ങനെ വലിയ കാർ എടുക്കും, ഇങ്ങനെ കുടുംബത്തിൻ്റെ ഫിക്സഡ് എക്സ്പെൻസ് ഒരു ലെവലിലെത്തും. ഇപ്പോൾ നമുക്കൊക്കെ ഒരു ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടാവും, എല്ലാ മാസം നിർബന്ധമായിട്ടും അടക്കേണ്ട ചിലവുകൾ ഉണ്ടാവും. ഇപ്പോൾ കറണ്ട് ബില്ല്, വെള്ളം ബില്ല്, പാല്, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ ഈ 2 പേരുടെ ഇൻകം കുടുംബത്തിൻ്റെ എക്സ്പെൻസിലേക്ക് എടുക്കുമ്പോൾ ഫിക്സഡ് എക്സ്പെൻസ് കൂടും. എന്തെങ്കിലും കാരണത്താൽ 2-ൽ ഒരാളുടെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുകയോ ചെയ്താൽ ഈ ഫിക്സ്ഡ് എക്സ്പെൻസ് ഒരിക്കലും കുറക്കാൻ കഴിയില്ല. ഫിക്സഡ് എക്സ്പെൻസ് ഒരിക്കലും ഒറ്റയ്ക്ക് കുറക്കാൻ കഴിയില്ല, നമ്മൾ വാരിയബിൾ എക്സ്പെൻസേ കുറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവർക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെ ഇത് എന്ത് ചെയ്യും, കുടുംബം സാമ്പത്തികമായിട്ട് തകരും. അത് ഈ 2 പേരും ജോലി ചെയ്യുന്ന കുടുംബത്തിലാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരാൾ മാത്രം ജോലി ചെയ്യുകയാണെങ്കിൽ ആ ലെവലിലേ നിൽക്കുള്ളൂ. നിങ്ങളൊക്കെ ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് കൊണ്ട് ഭാര്യ പിന്നെ സ്ത്രീ എത്ര അധ്വാനിച്ചാലും അവർ ജോലി ചെയ്താലും കച്ചവടം ചെയ്താലും ആ പൈസ കുടുംബത്തിലേക്ക് എടുക്കേണ്ടതില്ല. ഇനി ഭർത്താവിന് 25,000 രൂപ സാലറി, പിന്നെ ഭാര്യയ്ക്ക് 1,00,000 രൂപ സാലറി ഉണ്ട്, ആ 25,000-ന് ആ കുടുംബം കഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ രീതി. ഇനി എന്തെങ്കിലും കടം കൊടുക്കണമെങ്കിൽ കൊടുക്കുക, സദക്കയായിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അല്ല, അത് കിട്ടാനുള്ളത് പറഞ്ഞുതരാം, ഹദീസ് പറഞ്ഞുതരാം. പെരുന്നാൾ കുത്തുബ നടത്തി. പെരുന്നാൾ കുത്തുബയിൽ അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് പെരുന്നാൾ കുത്തുബയിലെ അവസാന ഭാഗം സ്ത്രീകളോട് പ്രത്യേകമായി ചില കാര്യങ്ങൾ പറയും. അത് ഒന്നെങ്കിൽ കുത്തുബയിൽ തന്നെ പറയും, അല്ലെങ്കിൽ കുത്തുബ കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് പറയും. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുത്തുബയിൽ സ്ത്രീകളോടായിട്ട് അവസാനം പറഞ്ഞ്, സ്ത്രീകളെ നിങ്ങൾ സദക്ക ചെയ്യണം, പിന്നെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സദക്ക ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പിന്നെ കുത്തുബ കഴിഞ്ഞതിന് ശേഷം സഫിയ റളിയല്ലാഹു അൻഹു, ഈ പിന്നെ നബിൻ്റെ ഭാര്യയല്ല, വേറെ സഫിയ റളിയല്ലാഹു അൻഹു വന്നിട്ട് പിന്നെ നബിൻ്റെ അടുത്തേക്ക് ഒരു സ്വർണ്ണാഭരണം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ സദക്ക ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പേര് അതന്നെ സാബിയും തോന്നി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഭർത്താവാണ്, വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, നിലവിൽ അത് വാങ്ങാൻ ഏറ്റവും യോഗ്യനായ ആൾ ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ അതെന്ത് ചെയ്ത് ഇബ്നു മസ്ഊദിന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങോട്ട് കൊടുത്ത്. അപ്പോൾ ഭർത്താവിന് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ ഭർത്താവിന് സദക്ക കൊടുക്കാം, അതിൻ്റെ കൂലി കിട്ടും. നമ്മളെയൊക്കെ പൈസ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എല്ലാ മാസവും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആക്കണ്ട അത് 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 ഭർത്താവ് വീട്ടിലേക്ക് ചിലവിന് കൊടുക്കണതിന് ഭർത്താവിന് സ്വതക്കൻ്റെ കൂലി ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലെ ചിലവിന് വേണ്ടി പണം നമ്മൾ ചിലവാക്കുന്നതിനൊക്കെ എന്തുണ്ട്, സ്വതക്കൻ്റെ കൂലി ഉണ്ട്. അപ്പം അത് അതെ, അപ്പം എല്ലാവരും ധാരാളമായി കൊടുക്കുക എന്നാണ് പറയുന്നത്.